ഹലോ. അങ്ങനെ അങ്ങ് കൈയും കഴി പോകാൻ വരട്ടെ. അവളെ ഞാൻ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാം. പക്ഷേ അവൾ എൻ്റെ കൂടെ വരുന്നത് അജയൻ കാണാൻ പാടില്ല. അവനെ വിസ്മയുടെ അടുത്തുനിന്ന് മാറ്റിത്തരണം, എത്രയും വേഗം. എങ്ങനെ അവനെ മാറ്റി തന്നേ പറ്റൂ. പെട്ടെന്നാവട്ടെ, സംസാരിക്കാൻ സമയമില്ല. ഹലോ. ഇതിപ്പോ വല്ലാത്തൊരു വയ്യവേലിയായല്ലോ. അയാളുടെ അടുത്ത് നമ്മളെ ഞാൻ എങ്ങനെ മാറ്റും? ആ ഹലോ അജയ. സത്യ, ഒരു മിനിറ്റ്, ഒന്നിങ്ങോട്ട് വന്നേ. ഒരു മിനിറ്റ് വിസ്മയ, എൻ്റെ ഫ്രണ്ടാ, ഞാനിപ്പോൾ വരാം. എന്താ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല, എന്നോട് വണ്ടി കയറല്ലേ പറഞ്ഞേ. കേറടി, കേറങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങി വാടി, ഇറങ്ങോട്ട്. ആരാടി ഇതിന്റെ കൂടെ കണ്ടവൻ? മര്യാദയ്ക്ക് പറയുന്നത് നിനക്ക് നല്ലത്. എന്റെ ഒരു പരിചയക്കാരനാ. പരിചയക്കാരനോ? ഈ നാട്ടിലെ കാക്കക്കാലിനെ പോലും നേരിട്ട് കണ്ടില്ലാത്ത നിനക്ക് എവിടെ നാടി പരിചയക്കാരൻ? അതോ നീ ഫോൺ ചെയ്ത് നാട്ടിൽ നിന്ന് വരുത്തിയതാണോ കണ്ടവനെ? തൊള്ളോർന്ന് പറയടി ഇങ്ങോട്ട്. സാർ എന്നോട് ഇങ്ങനെ സംസാരിക്കരുത്. എന്റെ നാട്ടിൽ നിന്ന് ആളുകളെ വിളിച്ചോണ്ട് വന്നു പറഞ്ഞ് എന്താ അതിനർത്ഥം? ഞങ്ങള് 3 പെൺകുട്ടികളെയും എന്റെ വീട്ടിൽ അങ്ങനല്ല വളർത്തിയത്. ഓ, വലിയ അന്തസ്സുള്ള കുടുംബമായിരിക്കും. അന്തസ്സിന് ചേർന്ന പണിയെടുക്കാനാണല്ലോ ഇവിടെ വന്നത്. ദേ എന്നെ കൊണ്ടൊന്ന് ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. അനാവശ്യം പറഞ്ഞു പോരുത് എന്റെ മുന്നിൽ നിന്ന്. സി, നിങ്ങളും ഞാനും തമ്മിൽ ഒരു ഇടപാടും ഇല്ല, ഉണ്ടോ? മഹേശ്വരി കുഞ്ഞമ്മയും ഞാനും തമ്മിലാണ് എഗ്രിമെന്റ് വെച്ചിട്ടുള്ളത്. ചെയ്യുന്ന കാര്യത്തിന് ഞാൻ പേയ്മെന്റ് വാങ്ങിയെന്നുള്ളത് നേരാണ്. അതിനുവേണ്ടി ഞാൻ എന്റെ മജ്ജയും മാംസവും രക്തവും ഹോമിക്കുന്നുണ്ട് ഇവിടെ. ഓരോ നിമിഷവും ഈശ്വരനെ വിചാരിച്ച് പ്രാർത്ഥനയിൽ എന്ന പോലെയാ ഞാൻ കടന്നു പോകുന്നത്. അത്ര വിശുദ്ധിയോടെ ഞാൻ ഈ ചെയ്യുന്ന കർമ്മത്തിന്റെ പേരിൽ എന്നെ അപമാനിക്കാനോ അധിക്ഷേപിക്കാനോ ശ്രമിച്ച എല്ലാം അവസാനിപ്പിച്ച് എനിക്ക് പോവേണ്ടി വരും. പറഞ്ഞില്ലെന്ന് വേണം. അവസാനിപ്പിക്കാനോ? ബെസ്റ്റായി പോയി. അത് നിന്റെ വെറും വ്യാമോഹം മാത്രമാ. 8-9 മാസം കഴിഞ്ഞ് ചോരക്കുഞ്ഞിനെ ചേച്ചിക്ക് കൈമാറിയിട്ടല്ലാതെ നീ എങ്ങും പോവില്ല. പിന്നെ പാതി വഴിക്ക് മുങ്ങാന്നുള്ള വല്ല വിചാരം ഉണ്ടെങ്കിൽ മോളതിനുള്ള വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ, കേട്ടാ? നോക്ക്, നിന്നോട് തല്ലുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനൊന്നും ഞാനില്ല. നേരത്തെ ചോദിച്ചതിന് നല്ല ക്ലാരിറ്റിയിൽ എനിക്ക് ഉത്തരം വേണം. നിന്റെ ഒപ്പം കണ്ടവൻ വെറും പരിചയക്കാരനാണെന്ന് പറഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രം വിട്ടിയല്ല ഞാൻ. ശരിക്കും ആരാണവൻ, എവിടെ ഉള്ളതാ, അതാണ് എനിക്ക് അറിയേണ്ടത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡീറ്റെയിൽഡ് ആയിട്ട് അയാളെ പറ്റി എനിക്കൊന്നും അറിയില്ല. എന്താ അവന്റെ പേര്? അത് എന്തോ അജിയെന്നോ മറ്റോ ആണ്. മുഴുവൻ പേര് എനിക്ക് അറിയില്ല. ഓഹോ, നേരെ ചൊവ്വേ പേര് പോലും അറിയാതാണോ നിന്ന് വാചടിക്കുന്നാണ്ടത്? സത്യം പറഞ്ഞോ, എന്താ നീയും അവനും തമ്മിലുള്ള ബന്ധം? നിങ്ങൾ തമ്മിൽ എവിടെന്നാ പരിചയപ്പെട്ടെ? എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? ആളെ കളിയാക്കാണോ നീ? ചോദിച്ചതിനൊക്കെ മണി പോലെ ഉത്തരം പറയാതെ നീ എന്റെ മുന്നിൽ നിന്ന് പോവില്ല.
സത്യയുടെ കൂടെ തന്നെയാണോ നീ പുറത്തു പോയത്? അതോ നീയും സത്യ മറ്റവനും കൂടെ ഒത്തുകളിച്ചിട്ട് കൊണ്ടുപോയതാണോ നിന്നെ? നിങ്ങളോടെ വർത്തമാനം പറഞ്ഞാൽ ശരിയാവില്ല. ആളെ വിട്. ഡീ, നിക്കടി അവിടെ. ചോദിച്ചതിന് മര്യാദയ്ക്ക് സമാധാനം പറയടി. വിട്, വിടാൻ വിടരോ എന്നെ. ഡീ, ഉള്ള സത്യം പറയടി. ആരെയാ ചോദിച്ചിട്ടില്ലേ? അയ്യോ നോക്കട്ടെ നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന്. സാറേ, സാറേ വേണ്ട സാറേ, വിട് സാറേ, കയ്യെന്ന് വിട് സാറേ. സാറേ ഇത് സുഖമില്ലാത്ത കൊച്ചാ. മാറങ്ങോട്ട്. വിട് സാറേ. അയ്യോ ഡീ, നിന്നോട് ചോദിച്ചാൽ അവൻ ആരാന്ന് വിട്. പറയടി. എന്താ സാറേ, വീണ്ടും തുടങ്ങിയോ? ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, ഇവിടെ വെച്ച് ഇവളെ ഉപദ്രവിക്കരുതെന്ന്. വിട്. വിസ്മയുടെ കയ്യിൽ നിന്ന് വിടാൻ. നീ ഒന്ന് പോടാ ഇറക്കാം. അല്ലെങ്കിലേ ഇന്നലത്തെ പോലെ നിനക്ക് വീണ്ടും കിട്ടും. എടീ, ഇവൻ വന്നോണ്ട് രക്ഷപ്പെടുന്ന കരുതണ്ട. വാടിയോട്ട്. ഇന്നലെ എന്റെ മെക്കിട്ട് കയറിയപ്പോ നിങ്ങളുടെ സഹോദരി ഇവിടെ ഉണ്ടായിരുന്നോണ്ടാ ഞാൻ നിലവിട്ട് പെരുമാറാത്തത്. ഇനി കളിച്ച ഇവിടെ ചോര വീണിരിക്കും. എടാ സത്യ, നീ പോ അവിടുന്ന്. നിന്നോട് പോകാനാ പറഞ്ഞേ. എടാ, ഇവിടെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ദേ, സ്ത്രീകളെ പ്രയാസപ്പെടുന്ന പരിപാടി ഞാൻ നിർത്തി. കാറ്റും വെയിലും കൊള്ളാതെ കരുതലോടെ പ്രതിഷ്ഠിച്ചേക്കാം. എന്താ പോരെ? കൊടുക്കട്ടെ. അമ്മ, അയാളാ കുട്ടിയെ. എടാ, ആ കുട്ടി അവനൊന്നും ചെയ്യില്ല. അത് ഗർഭിണിയാ. അവരതിനെ വളർത്താൻ അവിടെ കൊണ്ടുവന്നത്, അല്ലാതെ കൊല്ലാനല്ല. എടാ, അത് അവര് ചെയ്തോളും. നീ ഇങ്ങോട്ട് വാ. എടാ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. നടക്കങ്ങോട്ട്. അമ്മേ, എന്തായി കാണിക്കുന്നേ? മാന്തി പൊളിക്കണ്ട. മുറി പുറത്തുനിന്ന് പൂട്ടിയിട്ടുണ്ട്. നീ എവിടെ സേഫായി കിടക്ക്. ബാക്കി ഞാൻ ചേച്ചിയോട് പറഞ്ഞോളാം. തുറക്കാൻ. വാതിൽ തുറക്ക്. തുറക്കാൻ. വാതിൽ തുറക്ക്. ചേച്ചി, അതെ, അവളെ ഞാൻ മുറിയിൽ അടച്ചു പൂട്ടിയിട്ടു. ഇതാ ചാവി കിടപ്പുണ്ട്. ആരെ? വിസ്മയോ? അതെ, ആ അരമുറി ഡോക്ടർ തന്നെ. കണ്ണും വെട്ടിച്ച് ചാടിപ്പോയി ടൗണിൽ കറങ്ങി നടന്നാ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറ. ആ തെണ്ടിച്ചക്കനില്ലേ സത്യ, അവന്റെ കൂടെ തന്നെയാ. എന്താ നീ പറയുന്നത്? സത്യമാണോ ഇതൊക്കെ? പച്ച പരമാർത്ഥം.
വിശ്വാസമാവുന്നില്ലെങ്കിൽ ആ ജാനകിയെ വിളിച്ച് ചോദിച്ചു നോക്ക്. അപ്പോൾ അറിയാം സത്യമാണോ കള്ളമാണോ എന്നൊക്കെ. ശരി ശരി, ഞാൻ വിശ്വസിച്ചു. പക്ഷേ അവളെ നീ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ലല്ലോ? അതോ അടിക്കോ മറ്റോ ചെയ്തോ? ദേ അതും പറഞ്ഞ് ചേച്ചി എന്നെ വെറുതെ പ്രഷർ കയറ്റണ്ട. അവളെ തല്ലി കൂട്ടി ഒരു മൂലയിൽ ഇടണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ചെയ്തില്ല. പകരം ടൗണിൽ നിന്ന് കാറി കയറ്റിക്കൊണ്ട് വന്നിട്ട് പിടിച്ച് വലിച്ച് മുറിയിൽ കയറ്റി വാതിൽ അടച്ചു പൂട്ടി. അത്രേ ഉള്ളൂ. ഛേ. ആ പെണ്ണിത് എന്ത് കണ്ടിട്ടാ തുള്ളുന്നെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. മുമ്പ് ഒരു തവണ ചാടി പോകാൻ തുനിഞ്ഞിറങ്ങിയപ്പോ തടഞ്ഞതല്ലേ നമ്മള്? അതുകൊണ്ടെങ്കിലും മനസ്സിലാക്കേണ്ടതല്ലേ ആ വീടിന്റെ പുറത്ത് കിടന്നിട്ട് എങ്ങോട്ടേക്കും രക്ഷപ്പെട്ടു പോകാനാകില്ലെന്ന്. കൂട്ടിനാ ചെക്കം കൂടി ഉണ്ടെന്ന് കേൾക്കുമ്പോഴാ ഒരുമാതിരി. നിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടും ജാനകിയുടെ ആ മുടിഞ്ഞ സന്തതി ഇതുവരെ ഒന്നും പഠിച്ചില്ലേ? കഷ്ടം തന്നെ. ആ അതിന് അവന് വല്ല വെളിവും വെള്ളിയാഴ്ച ഉണ്ടോ ചേച്ചി? ആ ഡോക്ടർ പെണ്ണ് അവനെ പറഞ്ഞോ പ്രലോഭിപ്പിച്ചോ കൂട്ടിക്കൊണ്ട് പോയതായിരിക്കും. ഇന്റർനെറ്റ് കഫേയിൽ പോയതാണെന്നൊക്കെ അവള് ന്യായം പറഞ്ഞത്. പക്ഷേ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കില്ല ഞാൻ. അവളുടെ നെകളിപ്പ് കാണുമ്പോഴേ തോന്നിയതാ അവളുടെ പിന്നിൽ മറ്റാരോ കളിക്കുന്നുണ്ടെന്ന്. അല്ലാതെ ഇത്ര ധൈര്യത്തിൽ നമ്മുടെ നിയന്ത്രണത്തിന്റെ വേലി ഭേദിച്ച് അവൾ പുറത്തു പോകാൻ ശ്രമിക്കില്ല. അത് ശരിയാ. പിന്നെ കളിക്കുന്ന ആ വില്ലൻ സത്യമല്ല ചേച്ചി, നമ്മുടെ സ്വന്തം ചോരയാ. നമ്മുടെ അജയ് തന്നെ, അജയ് ഘോഷ്. വാട്ട്? അജയ് ഘോഷോ? നീ എന്താ ശിവ ഈ പറയുന്നേ? 100% സത്യം. പക്ഷെ ആർക്കായാലും അപ്രിയ സത്യങ്ങൾ കേൾക്കുമ്പോൾ ഞെട്ടലുണ്ടാവും ചേച്ചി. എന്നാൽ യാഥാർത്ഥ്യത്തെ നമ്മൾ ഫേസ് ചെയ്തേ മതിയാവും. അജയനും വിസ്മയും ടൗണിൽ സംസാരിച്ചിരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാ, എൻ്റെ ഈ 2 കണ്ണുകൾ കൊണ്ട്. അവസാനം സത്യയെ കൊണ്ട് തന്ത്രത്തിൽ അജയുടെ ശ്രദ്ധ മാറ്റിയാ ഞാൻ വിസ്മയെ വണ്ടി കയറ്റി തിരിച്ചു കൊണ്ടുവന്നത്. ഏതായാലും ഞാനാണ് വിസ്മയെ കടത്തിക്കൊണ്ട് പോയതെന്ന് അജയന് പിടികിട്ടിയിട്ടില്ല. അതാണ് ഒരു ആശ്വാസം. ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല ശിവ. അജയും വിസ്മയും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അവര് തമ്മിൽ കാണാനോ പരിചയപ്പെടാനോ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഇതൊക്കെ ഇനി ആ അളകനന്ദയുടെ നാടകമാണോന്നാ ഇപ്പോഴെന്റെ സംശയം. അത് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അതെന്തായാലും അജയനും വിസ്മയും തമ്മിൽ ഒരു വെരി ക്ലോസ് റിലേഷൻ ഉള്ള മട്ടില സംസാരിച്ചിരിക്കുന്നുണ്ടത്. അവളോട് ചോദിച്ചപ്പോ പക്ഷേ വെറും പരിചയക്കാരാണെന്നാ പറഞ്ഞത്. ഒരു വക കൂടുതൽ മിണ്ടുന്നില്ല. എന്നാലും അതൊരു അത്ഭുതം തന്നെയാ. ഒരർത്ഥത്തിൽ രക്തം രക്തത്തെ തിരിച്ചറിയുന്നല്ലേ പറയുന്നത്. അജയന്റെ കുഞ്ഞ് വിസ്മയുടെ ഉള്ളിൽ വളരുന്നത്. അപ്പൊ ആ പൈതൽ സ്വന്തം അച്ഛനും അമ്മയും തമ്മിൽ കണ്ടുമുട്ടാൻ ഒരു നിമിത്തമായതാണെങ്കിലോ? അല്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ അവരെ കൂട്ടിമുട്ടിച്ചതായിക്കൂടെ? അയ്യോ എന്റെ ചേച്ചി, ദേ ഇങ്ങനെ ഫിലോസഫി പറഞ്ഞ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഇത് പ്രപഞ്ചവും ചോര തിരിച്ചറിയലൊന്നുമല്ല. ദേ അജയൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവനോട് ഞാൻ ഈ കാര്യം ഒന്ന് ചോദിച്ചാലോ? ആ ചോദിക്കണം. ഞാൻ മാറി നിൽക്കാം. ചേച്ചി എങ്ങനെയെങ്കിലും അവരുടെ നാവിന്ന് സത്യം പുറത്ത് ചാടിപ്പിച്ചിരിക്കണം, കേട്ടല്ലോ? അജി, നീ ഇതെവിടെ പോയിട്ട് വരുവാ? അതെന്താ പതിവില്ലാത്തൊരു ക്വസ്റ്റ്യനി? എന്തു പറ്റി? പറ്റിയതൊക്കെ പിന്നെ പറയാം. ആദ്യം നീ ചോദിച്ചതിന് മറുപടി പറ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു. എന്താ അതിൻ്റെയൊക്കെ പേരും പോസ്റ്റ് ഓഫീസും പിൻകോഡ് നമ്പരും ഒക്കെ പറയണോ ഇനി? പോസ്റ്റ് ഓഫീസും പിൻകോഡ് നമ്പരും ഒക്കെ വേണം. പക്ഷെ നിന്റെ അല്ല, നീ കൊണ്ടു നടക്കുന്ന ആ പെണ്ണിന്റെ മതി. എന്താ പറ്റുമോ? പെണ്ണോ? അതെ, പെണ്ണ്. പലരും പറഞ്ഞു കേട്ടല്ലോ നിന്നെ ഒരു പെണ്ണിന്റെ കൂടെ കണ്ടെന്ന്. പെണ്ണിന്റെ കൂടെയോ? ഏത് പെണ്ണിന്റെ കൂടെ? അത് നീയല്ലേ പറയേണ്ടത്. ഏതായാലും നിന്റെ ഭാര്യയല്ല. ഈ പ്രദേശത്തൊന്നും മുമ്പ് കണ്ടിട്ടില്ലാത്തവരുകളാണെന്നാ കേട്ടത്. ഓഹോ, അത് ശരി. എന്നാലേ എനിക്കങ്ങനെ പല പെണ്ണുങ്ങളുമായി ബന്ധമുണ്ടാവും നിങ്ങളും കരുതിക്കോ. തൽക്കാലം അത് ആര് ഏതെന്ന് വെളിപ്പെടുത്താൻ ഉദ്ദേശമില്ല. ആദ്യം
എനിക്ക് അറിഞ്ഞുകൂടാത്ത ഏതൊരു പെണ്ണിനെ വെച്ച് നിങ്ങൾ ഗൂഢാലോചന നടത്തി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നില്ലേ? അത് വെളിപ്പെടുത്താത്ത കാലത്തോളം നിങ്ങളും എന്റെ ബന്ധം അറിയണ്ട, അത്ര തന്നെ. ചേച്ചി, അവനിതൊരു ഹോംവർക്ക് നടത്തി പ്ലാൻ ചെയ്തുള്ള കളിയാ. അതൊന്നും ചേച്ചി തൽക്കാലം കാര്യമാക്കണ്ട. ദേ, നമുക്കിപ്പോൾ വേണ്ടതാ വിസ്മയുടെ അടുത്തേക്ക് പോകണമെന്നാ. ഇനി ചേച്ചി വന്നാൽ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. ആ ചേച്ചി, സമയം കളയണ്ട, വാ. വിസ്മയ ചേച്ചി, ചേച്ചി വാതില് തുറക്ക്. ചേച്ചി, ചേച്ചി ഇല്ലേ അകത്ത്? വിസ്മയ ചേച്ചി, ചേച്ചി വാതില് തുറക്ക്. ചേച്ചി, ചേച്ചി വാതില് തുറക്കുന്നില്ലമ്മേ. വാതിൽ പുറത്തുനിന്ന് പൂട്ടിയേക്കാം മോളെ. കണ്ടില്ലേ വിസ്മേ? മോളെ വിസ്മേ, മോളെ വിസ്മേ. ഈ കുട്ടി എന്തോ ഒരു വിളി പോലും കേൾക്കാത്തെ. ഇവർക്ക് എന്ത് പറ്റി എന്റെ ഈശ്വര? ഇതൊന്ന് പിടിച്ച മോളെ. വിസ്മയ ചേച്ചി, അയ്യോ, മോളെ എന്ത് പറ്റി? അയ്യോ, ആകെ തളർന്നിരിക്കുവാണല്ലോ. വിസ്മയ മോളെ, ഒന്നിങ്ങോട്ട് നോക്ക് മോളെ. മോളെ, അയ്യോ എന്ത് പറ്റിയ മോളെ? അയ്യോ, കണ്ടിട്ട് എനിക്ക് പേടിയാകും. മോളെ ഇങ്ങോട്ടൊന്ന് നോക്ക്. വിസ്മയ, എന്തിനാ എന്നെ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്ന? എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്ന ജാനകിച്ചി? എന്നെ ഒന്ന് തുറന്നു വിടാൻ പറ. എന്നെ തുറന്നു വിടാൻ പറ. ഞാനിവിടെ കിടന്നു മരിക്കും ജാനകിച്ചി. എന്നെ തുറന്നു വിടാൻ പറ. എന്നെ തുറന്നു വിടാൻ പറ. പുറത്ത് പൂട്ടിയിട്ടിരിക്കാ മോളെ. അവർ വരുമ്പോഴേ തുറക്കാൻ പറ്റൂ. എന്നെ തുറന്നു വിടാൻ. അയ്യോ മോളെ, അയ്യോ എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ഞാനിനി എന്താ ചെയ്യുക? മോളെ, അതിങ്ങോട്ട് വന്നേ. ചേട്ടായി വിളിച്ചോണ്ട് വന്നേ. വിസ്മയ ചേച്ചിക്ക് വയ്യാന്ന് പറ. ചെല്ല്, പെട്ടെന്ന് വിളിച്ചോണ്ട് വാ. ചെല്ലടി. അയ്യോ വിസ്മയ, എന്റെ ഭഗവാനെ, ആ കുട്ടിക്ക് ഒരു ആപത്തും വരുത്തല്ലേ. വിസ്മേ, മോളെ, മോളെ എഴുന്നേക്ക് മോളെ. ചേട്ടായി, വിസ്മയ ചേച്ചിക്ക് വയ്യ ചേട്ടായി. ചേച്ചി മുറിയിലടിച്ച് പൂട്ടിയേക്ക. വന്ന് ചേച്ചിയെ രക്ഷിക്ക്. വാ 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 ചേട്ടായി. വന്നോ? എന്താ? വിസ്മയ്ക്ക് തീരെ വയ്യ മോനെ. ആ പരമദുഷ്ടൻ ശിവൻ മുറിയിലിട്ട് പൂട്ടിയിട്ട് പോയതാ.
വഴക്ക് പറയുമെന്ന് വിചാരിച്ചിട്ടാ ഈ നേരം വരെ നിന്നോട് പറയാതിരുന്നേ. എങ്ങനെയെങ്കിലും വാതിൽ തുറക്കുമോനെ. അകത്താ കുട്ടി ബോധം കെട്ട് കിടക്കുക. വിസ്മയ! 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 അയ്യോ, ഞാൻ പോരമ്മേ. വേഗം വാ മോളെ. അമ്മ മാറി.